ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റിലാക്സ് ആൻഡ് വാച്ച്. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ ഊട്ടിയിൽ ഈ കാണുന്ന പ്രോപ്പർട്ടി പരിചയപ്പെടുത്താണ്. ഇത് ആക്ച്വലി നമ്മുടെ കർണാടക സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഇവർക്ക് രണ്ട് പ്രോപ്പർട്ടി ഉണ്ട്. ഒന്ന് വന്നിട്ട് മയൂര സുദർശൻ എന്ന് പറയും. അത് വന്നിട്ട് ഇവിടെ കർണാടക ഇതിൻ്റെ ഒരു ഗാർഡൻ ഉണ്ട്. അപ്പോൾ ആ ഗാർഡനകത്താണത്. ഇത് പുതിയ പ്രോപ്പർട്ടിയാണ്. ഹോട്ടൽ മയൂര റോയൽ ഹെറിറ്റേജ്. ആക്ച്വലി ഇതിപ്പോൾ തുടങ്ങിയിട്ട് ഒരു 10 ദിവസം കണ്ടേ ആയിട്ടുള്ളൂ. ഞങ്ങളപ്പം മയൂര സുദർശന് വേണ്ടിയിട്ട് വെബ്സൈറ്റിൽ കയറി നോക്കിയതാണ്. അപ്പം നോക്കിയപ്പോൾ ഇത് കണ്ടു, ഇങ്ങനെ ബുക്ക് ചെയ്തു. പക്ഷേ സംഭവം കിടിലാണ് കേട്ടോ. നല്ലൊരു ഒരു ഹെറിറ്റേജ് സ്റ്റൈൽ താമസവും ഭയങ്കര വിശാലമായിട്ടുള്ളൊരു ഗ്രൗണ്ടും ഒക്കെ ആയിട്ട്. അതുവരെ നമുക്ക് പ്രോപ്പർട്ടി ഒന്ന് കാണാം. ഇതാണ് പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടേജ്. ഇതിപ്പോ ഫേൺഹിൽ സർക്കിൾ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. സോ അത് ഇവിടുത്തെ ഒരു ഫേമസ് ഏരിയ ആണ്. മറ്റേ ഫേൺഹിൽ പാലസ് ഒക്കെ ഉള്ള ഏരിയസിലാണ്. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് ഒരു 200 മീറ്റർ ഈ വഴി കൂടെ കയറി വരണം. ഇത് മുഴുവൻ ഇവരുടെ പ്രോപ്പർട്ടിയാണ്. വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത് ഇവിടെ എത്തും. ഇതാണ് പ്രോപ്പർട്ടി. അപ്പം ഇവിടെ രാത്രി ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പോൾ തുടക്കത്തിലായതുകൊണ്ടാണെന്ന് അറിയത്തില്ല. ഞങ്ങൾ ആകെപ്പാടി ഇന്നലെ 2 ഗസ്റ്റേ ഉള്ളായിരുന്നുള്ളൂ, 2 റൂം. കാരണം ഇത് പുതിയതായതുകൊണ്ട് ആർക്കും അറിയത്തില്ല. ഇന്നലെ ഞങ്ങൾ രജിസ്റ്ററിൽ സൈൻ ചെയ്യുമ്പോൾ 5ാമത്തെ ഗസ്റ്റാണ്. അതായത് മൊത്തത്തിൽ ഈ ഹോട്ടൽ തുടങ്ങിയതിന് ശേഷമുള്ള 5ാമത്തെ ഗസ്റ്റാണ് ഞങ്ങൾ. ഇന്നലത്തെ രണ്ട് ഒരു ഫാമിലിയും ഞങ്ങളും മാത്രമേ ഉള്ളായിരുന്നു അവിടെ. അപ്പം അതിനുവേണ്ടി അവർ ക്യാമ്പ് ഫയറും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു, പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു. സ്റ്റാഫും നല്ല സ്റ്റാഫാണ്. നമുക്ക് ഒന്ന് കയറി പരിചയപ്പെടാം. ഇതാണ് അതിൻ്റെ റിസപ്ഷനും കാര്യങ്ങളൊക്കെ. ഒരു സാധാരണ സർക്കാർ സ്ഥാപനത്തിൽ കയറുന്ന പോലെ അല്ല, നല്ല നീറ്റായിട്ട് തന്നെ ഉണ്ട്. KSTDC, നമ്മുടെ KTDC പോലെ ഇവരുടെ KSTDC. ന്യൂസ് പേപ്പർ, പിന്നെ കർണാടക സ്റ്റേറ്റിൻ്റെ അവരുടെ ടൂറിസം പ്രൊമോഷണൽ ബ്രൗഷേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ റെസ്റ്റോറൻ്റ് ഇല്ല. ഈ 1-ാം തീയതി മുതൽ തുടങ്ങുമെന്നാണ് പറഞ്ഞത്. മറ്റന്നാൾ മുതൽ തുടങ്ങുമെന്നാണ് പറഞ്ഞത്. റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആയിട്ടില്ല. എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇപ്പം എനിക്കൊന്ന് കിച്ചൺ ഓപ്പൺ ആകാത്തതുകൊണ്ട് ഇതായിട്ടില്ല. അപ്പൊ അടുത്ത ഈ 2 ദിവസത്തിനുള്ളിൽ ഓപ്പൺ ആകുമെന്നാണ് പറഞ്ഞത്. ഇപ്പൊ അവർക്ക് 2 ടൈപ്പാണുള്ളത്. ഒന്ന് വന്നിട്ട് സ്യൂട്ട് റൂം, പിന്നെ ഒന്ന് വന്നിട്ട് ഡീലക്സ് റൂം. നമ്മളിപ്പം സ്യൂട്ട് റൂമിലോട്ടാണ് പോകുന്നത്. അത് പോയി നോക്കാം നമുക്ക്. ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. സ്യൂട്ട് റൂമിന് എനിക്ക് തോന്നുന്നു 5 രൂപ കണ്ടാന്ന് തോന്നുന്നു, ടാക്സ് എല്ലാം കൂടെ ചേർത്ത്. ഡീലക്സ് റൂമിന് ഞങ്ങളിപ്പോൾ എടുത്തേക്കുന്നത് 4100, ടാക്സ് എല്ലാം കൂടെ ചേർത്ത്. പക്ഷെ വർത്താണ് കേട്ടോ, അടിപൊളി റൂമുകളാണ്. ഇത് സ്യൂട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു വലിയൊരു ബെഡ്റൂം, നല്ല മുട്ടൻ റൂമാണ്. അത് വലിയൊരു ബെഡ്റൂമാണ്. അതേപോലെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പിന്നെ ചായ ഒക്കെയുള്ള സംഭവങ്ങൾ.
പിന്നെ അതിനോട് ചേർന്ന് ഒരു ചെറിയൊരു ഡ്രസ്സിങ് ഏരിയ ഉണ്ട്. ബാത്റൂമൊക്കെ അതുപോലെ വളരെ നീറ്റാണ് കേട്ടോ. പേസ്റ്റ്, ബ്രഷ്, സോപ്പ്, ഹാൻഡ് വാഷ്, പിന്നെ ബാത്തിങ് സോപ്പ്, ഷാംപൂ, സ്കിൻ കെയർ, പിന്നെ അങ്ങനെ സകലമാന സംവിധാനങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നല്ല നല്ല ഭയങ്കര വീതിയുള്ള റൂമും. സോ അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. സോ ഇതാണ് നമ്മളിപ്പം കണ്ടത് സ്യൂട്ട് റൂം. ഓക്കെ, ഇനി നമുക്ക് ഡീലക്സ് റൂം പോയി കാണാം. രണ്ട് സ്യൂട്ട് റൂമാണ് ഉള്ളതെന്ന് തോന്നുന്നു. അങ്ങാണ് ഇതിന്റെ എൻട്രൻസ് കേട്ടോ. അവിടുന്ന് കുറേ ദൂരം നമ്മൾ ഈ ഇങ്ങനത്തെ ഈ സിമന്റ് പാകിയ പാതയിൽ കൂടെ ഇങ്ങനെ വരണം. ഒരു 200 മീറ്ററോളം വരണം എന്ന് തോന്നുന്നു. ഇനിയും നമ്മൾ കാണാൻ പോകുന്നത് മറ്റേ ഡീലക്സ് റൂമാണ്. ഇത് പക്ഷേ റൂമുണ്ടല്ലോ, റൂം മറ്റേതിനേക്കാൾ ഇച്ചിരി കൂടെ വലുതാണ്. സ്യൂട്ട് റൂമിനേക്കാൾ ഇത്തിരി കൂടെ വലുതാണ്. ഞങ്ങൾ താമസിക്കുന്ന റൂം ഇതിനേക്കാൾ വലുതാണ് കേട്ടോ. ഇത് നല്ല നീറ്റായിട്ടുള്ളൊരു ബെഡിങ്, പിന്നെ ഒരു കബോർഡ്, മറ്റേ 55 ഇഞ്ച് അല്ല 40 ഇഞ്ച് ടി വി, 42 ഇഞ്ച് ടി വി, 2 കസേര, ഒരു ടീപ്പോയ്, അப்புறம் ഒരു ഡ്രസ്സിംഗ് ടേബിള്, പിന്നെ നമ്മുടെ ഇത് ബാത്റൂം മുമ്പേ കാണിച്ച പോലെ തന്നെ വളരെ നീറ്റാണ്. എല്ലാ അമ്യൂണിറ്റീസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഹീറ്റർ, പിന്നെ സോപ്പ്, ചീപ്പ്, കണ്ണാടി, അങ്ങനത്തെ ഐറ്റങ്ങൾ, ടൂത്ത് ബ്രഷ് മുതൽ സകല സംവിധാനങ്ങളും ഉണ്ട്. ഇതാണ് അവരുടെ ഡീലക്സ് റൂം. ഓക്കെ, ഞങ്ങൾ താമസിച്ചിരുന്ന റൂം കൂടെ ഒന്ന് കാണിക്കാം. മൊത്തം കച്ചറായി കിടക്കുകയാണ്, എങ്കിലും കാണിക്കാം. അത് ഇതിനൊക്കെ ഇത്തിരി കൂടെ വലുതാണ്. അതും ഡീലക്സ് റൂം തന്നെയാണ്. കണ്ടില്ലേ, ഇത് നല്ല വീതിയും സ്ഥലമുള്ള, ഭയങ്കര നല്ല വീതിയുണ്ട്. സോ അപ്പം ഇതാണ് ഇവിടുത്തെ റൂമുകള്, ബാത്റൂമുകളൊക്കെ. പക്ഷെ നല്ല നീറ്റാണ്, അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ സംവിധാനം. ഒരു സർക്കാർ സംവിധാനമായിട്ടും വളരെ നീറ്റായിട്ട് തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നു. പിന്നെ ചുറ്റുമുള്ള ഗാർഡൻ കാര്യങ്ങൾ. രാത്രി ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു. നമുക്കിനി അതിൻ്റെ എൻട്രൻസ് കൊടുത്ത് കണ്ടിട്ട് വരാം.
ഇത് ഇവരുടെ വുഡൻ കോട്ടേജസ് ആണ് കേട്ടോ. ഇതൊന്നും ഫംഗ്ഷൻ ആയി തുടങ്ങിയിട്ടില്ല. അവർ പറഞ്ഞത് ഒരു 1 മന്തിനുള്ളിൽ ഇതെല്ലാം ചാരുവാകുമെന്നാണ് പറഞ്ഞത്. അപ്പം എത്രയാണ് റേറ്റ് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അത് ഇവർക്ക് അറിയത്തില്ല, ഇവിടെ ഉള്ളവർക്ക് അറിയത്തില്ല. അപ്പം ഇത് 1 2 3 4 5 6 ഒരു 6 ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വുഡൻ കോട്ടേജസ് ആണ്. ഇതും കണ്ടിട്ടൊക്കെ നല്ല വലിപ്പമൊക്കെ തോന്നിക്കുന്നു കേട്ടോ. കണ്ടില്ല, അങ്ങ് പുറകെ വരെ ഉണ്ട്. ഇത് ഒട്ട് ബാക്കി കൂടെയാണ് ട്രെയിൻ പോകുന്നത്. കണ്ട് ഇപ്പൊ ശബ്ദം കേൾക്കുന്നുണ്ട്. ഇത് മുഴുവൻ ഇവരുടെ പ്രോപ്പർട്ടിയാണ്. ഇതിൽ ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ ലെവലാക്കി അവര് നീറ്റാക്കി കൊണ്ടുവന്ന് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോരോ കാര്യങ്ങൾ. നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു നമ്മൾ ആദ്യം കണ്ട ഗസ്റ്റ് ഹൗസ് മാത്രമേ ഉള്ളായിരുന്നു. അത് ടോട്ടലി റിനോവേറ്റ് ചെയ്ത് ആക്കി ഹോട്ടലാക്കി. പിന്നെ ആ ഡൂം ഹൗസ് കാണിച്ചില്ലേ അത്, പിന്നെ ഈ പറഞ്ഞ പോലെ വുഡൻ ഹൗസ്, ഇതെല്ലാം ഈ പറമ്പിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അവർ റെഡിയാക്കി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനിയൊരു 1 2 മാസത്തിനുള്ളിൽ ഇത് നല്ല ഫുള്ളി ഫങ്ഷനിങ് ആവും. തൊട്ടപ്പുറത്തോടാണ് ട്രെയിൻ പോകുന്നത്. പക്ഷെ ഇവിടുന്ന് നമുക്ക് കാണാൻ പറ്റും, ക്യാമറയിൽ കാണാൻ അതിലേ പോകുന്നുണ്ട്. സംഭവം മരങ്ങളുടെ ഇടയ്ക്കൂടെ ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്, പക്ഷെ ക്യാമറയിൽ കാണാൻ പാടാം. അതാണ് പോകണ്ട. പോയി